ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ചില്ലി ഗോപിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ഗോപി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു കോളിഫ്ലവറാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അതൊരു മീഡിയം സൈസുള്ള കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു. എന്നിട്ട് വെള്ളം തിളപ്പിച്ച് ഉപ്പും ചേർത്തിട്ട് വേണം വെള്ളം തിളപ്പിച്ചെടുക്കാൻ. അപ്പോൾ ഉപ്പും ചേർത്ത് തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഇതിട്ട് വെച്ച് ഒരു 3 മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷമാണ് നമ്മൾ അതിലെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് ഡ്രെയിൻ ചെയ്തെടുത്തിരിക്കുന്ന കോളിഫ്ലവറാണിത്. അപ്പോൾ ഇനി നമുക്ക് ഈ കോളിഫ്ലവർ ഒന്ന് ഡ്രൈ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ ഡ്രൈ കോട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും മാവ് തയ്യാറാക്കി അതിൽ മുക്കിയിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് ഇതിന് നല്ലൊരു റെഡ് കളർ കിട്ടും. അപ്പോൾ നമ്മൾ വേറെ ഫുഡ് കളർ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റും 1/2 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ഇത് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെയാണ് നമ്മൾ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കോളിഫ്ലവർ മിക്സ് ചെയ്തത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം മറ്റൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർക്കുന്നുണ്ട്. നമ്മൾ കോൺഫ്ലവറിൽ ആദ്യമേ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതനുസരിച്ചിട്ട് മാത്രം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇതാദ്യം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് വെള്ളം ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത്. അത് കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ എല്ലാവർക്കും 1/2 കപ്പ് വെള്ളം തന്നെ വേണ്ടി വരില്ല. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ മാത്രമേ വെള്ളത്തിൻ്റെ അളവൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ വെള്ളവും ചേർത്തിട്ട് ഇത് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കുറച്ചൊരു തിക്കായിട്ടുള്ള ബാറ്റർ ആവണം ഉണ്ടാവേണ്ടത്. ഞാനിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് കുഴച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യമേ ഡ്രൈ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം കുറച്ച് കോളിഫ്ലവർ ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കിയും കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നിച്ച് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇനി ഇത് സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി. കൈയൊന്നും ഇട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ കോളിഫ്ലവറൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ ഓരോന്നായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിലും പിന്നെ ഹൈ ഫ്ലെയിമിലും അങ്ങനെ മാറ്റി മാറ്റി ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. സ്റ്റൗ ഏറ്റവും ലോ ഫ്ലെയിമിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ഫസ്റ്റ് ബാച്ച് ഒന്ന് ഫ്രൈ ചെയ്യുന്നതിനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 2 സൈഡും ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഈ കോളിഫ്ലവർ എല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബാച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. അതിനുശേഷം ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ കോളിഫ്ലവർ എല്ലാം തന്നെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത അതേ ഓയിൽ എടുത്താലും മതി. ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഓയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പോർഷൻ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു 2 ടേബിൾ സ്പൂണിനടുത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇത് ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഒരു സവാള കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഈ സവോളയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. അപ്പോൾ സവോള നന്നായിട്ട് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് വാടി വന്നാൽ മാത്രം മതി, കളറൊന്നും മാറരുത്. ഈ സവോള ഒന്ന് വാടി വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 കളറിലുള്ളതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 കളറിലുള്ളതും ചേർത്തിട്ട് ഒരു ക്യാപ്സിക്കത്തിൻ്റെ അളവിലാണുള്ളത്. ഇപ്പോൾ 3 കളർ ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഒരെണ്ണം എടുത്താലും മതി. ഇനി ഇതെല്ലാം ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വഴന്നു വന്നാൽ മാത്രം മതി. ഇത് ഇത്രയും വഴന്ന് വന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് സോസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, പിന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എന്നിവയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ വിനാഗിരിയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ സോസിനൊക്കെ ഉപ്പുള്ളതുകൊണ്ട് തന്നെ ഉപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഇതൊരു 1-2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ ആദ്യമേ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഞാൻ ഈ കോളിഫ്ലവർ എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. എന്നിട്ടാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഈ സോസ് എല്ലാം കോളിഫ്ലവറിൽ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്